രാവിലെ തുടങ്ങിയ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ചർച്ചകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചർച്ചയാണ് നടക്കുന്നത്? കർണാടകയിൽ ആരാകണം മുഖ്യമന്ത്രി എന്ന സംബന്ധിച്ച്. നിലവിൽ ഇപ്പോൾ സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി. പക്ഷേ ടേം വ്യവസ്ഥയിൽ 2.5 വർഷം കഴിയുമ്പോൾ സിദ്ധരാമയ്യ മാറി DK ശിവകുമാർ വരണമെന്നായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ധാരണ മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് കോൺഗ്രസ് കർണാടകയിൽ അധികാരം ഏൽക്കുന്നതിന് മുന്നേ ഒരു ധാരണയിൽ ഒരു സമവായത്തിലെത്തിയത്. പക്ഷേ കഴിഞ്ഞ വർഷം നവംബറിലാണ് സിദ്ധരാമയ്യയുടെ ആ 2.5 വർഷ കാലാവധി തീരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെയ് മാസമായി, 2026 മെയ് മാസമായി, ഇതുവരെയായിട്ട് സിദ്ധരാമയ്യ മാറിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. അങ്ങനെ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി. അങ്ങനെയാണ് ഇന്നലെയോടുകൂടി തന്നെ രണ്ടുപേരോടും എത്രയും പെട്ടെന്ന് കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്ത്, അതായത് ദില്ലിയിലെ ഔദ്യോഗിക വസതിയിൽ എത്താനായിട്ട് രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒരു നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഇന്ന് രാവിലെ എത്തി രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ്. സിദ്ധരാമയ്യയും ഖാർഗെയും രാഹുലും കൂടെ ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തുന്നു. അതിനുശേഷം DK ശിവകുമാറും രാഹുലും ഖാർഗെയും കൂടെ ഇരുന്ന് ചർച്ച നടക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നതാണ് വിവരം. സിദ്ധരാമയ്യയെ രാജ്യസഭ MP ആക്കി DK ശിവകുമാറിന്റെ കർണാടക മുഖ്യമന്ത്രി ആക്കാൻ പദ്ധതി ഉണ്ടെങ്കിലും ഖാർഗെയ്ക്ക് ആ ഒരു മുഖ്യമന്ത്രി കസേര നൽകണമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. ഇത്രയും നേരം സിദ്ധരാമയ്യെ അവിടെ നിന്ന് മാറ്റി DK ശിവകുമാറിനെ ആക്കാനാണ് ലക്ഷ്യമെങ്കിൽ അവിടെ ഖാർഗെയ്ക്കും കർണാടക മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ഖാർഗെ രാഹുൽ ഗാന്ധിയോട് പറയുന്നു. അതിനുശേഷം ഖാർഗെ സിദ്ധരാമയ്യയോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഇപ്പോൾ മൂന്നാമതൊരാൾ കർണാടക മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. കൂടാതെ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയെ കർണാടകയിൽ മന്ത്രിയാക്കാനുള്ള ഒരു പദ്ധതിയുമുണ്ട്. കൂടാതെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏത് നിമിഷം വേണമെങ്കിലും മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഈ AICC അധ്യക്ഷ സ്ഥാനം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി KC വേണുഗോപാലിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയില്ല, പക്ഷേ ഞാൻ നിനക്ക് AICCയിലെ അധ്യക്ഷ സ്ഥാനം ഞാൻ തരാം എന്നൊരു വാഗ്ദാനം രാഹുൽ ഗാന്ധി KC വേണുഗോപാലിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും മല്ലികാർജ്ജുന ഖാർഗെയെ തട്ടാം, അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പ്രായം കൂടുതലായി, വലിയ അസുഖങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖാർഗെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് KC വേണുഗോപാലിനെ അവിടെ നിയമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഏത് നിമിഷവും അത് നടക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിടവേളയ്ക്ക് ശേഷം കർണാടകത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അധികാര വടംവലി വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും വെവ്വേറെയായി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി രാവിലെ മുതൽ തന്നെ ചർച്ചകൾ നടത്തി വരികയാണ്. കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ചർച്ചകൾ നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സിദ്ധരാമയ്യ സർക്കാർ 3 വർഷം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിർണായക ചർച്ചകൾ നടക്കുന്നത്. 2.5 വർഷത്തിന് ശേഷം അധികാരം DK ശിവകുമാറിന് പങ്കിടുമെന്നായിരുന്നു നേരത്തെ ധാരണ. അധികാരമേൽക്കുമ്പോഴുണ്ടായ ധാരണ അനുസരിച്ച് അധികാര കൈമാറ്റം അനിവാര്യമാണെന്നാണ് DK ശിവകുമാർ പക്ഷത്തിന്റെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് 5 വർഷം തികയ്ക്കുമെന്ന വാശിയിലാണ് സിദ്ധരാമയ്യ. തന്നെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം മന്ത്രിമാർക്കൊപ്പമാണ് സിദ്ധരാമയ്യ ഡൽഹിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരം സിദ്ധരാമയ്യയ്ക്ക് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാറിനെ മാറ്റി സ്ഥാപിച്ചതിന് സമാനമായ തന്ത്രമാണ് കർണാടകയിൽ കോൺഗ്രസ് സിദ്ധരാമയ്യയുടെ കാര്യത്തിലും ലക്ഷ്യമിടുന്നത്. എന്നാൽ താൻ സ്ഥാനമൊഴിഞ്ഞാൽ പകരം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ സിദ്ധരാമയ്യ എതിർക്കുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഒന്നേ മല്ലികാർജ്ജുന ഖാർഗെയെ കർണാടകയിലെ മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ കർണാടകയിലെ ആഭ്യന്തരമന്ത്രിയായ പരമേശ്വരനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് സിദ്ധരാമയ്യ ഇപ്പോൾ ഹൈക്കമാൻഡിനോട് പറയുന്നത്. കൂടുതൽ MLA മാർ തനിക്കൊപ്പമുണ്ട് എന്നൊരു സമ്മർദ്ദ തന്ത്രം സിദ്ധരാമയ്യ ഈ നീക്കത്തിന് ഉപയോഗിക്കുന്നുണ്ട്. DK ശിവകുമാറിനെ ഒഴിവാക്കുന്നതിനായി ഒരു സമവായ നീക്കമെന്ന നിലയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നതെന്നാണ് വിവരം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ കൊണ്ടുവരുന്നതിന് ഈ നീക്കത്തെ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കാൻ ഉള്ളൊരു സാധ്യതയും ഉണ്ട്. അങ്ങനെ സിദ്ധരാമയ്യയെ അനുകൂലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കാതിരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് മികച്ച പദവി നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തന്റെ മകൻ യതീന്ദ്രയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സിദ്ധരാമയ്യ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. 2023 കർണാടകയിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയത് മുതൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സിദ്ധരാമയ്യ സ്ഥാനമൊഴിഞ്ഞ് രാജ്യസഭയിലേക്ക് മാറുകയും പകരമായി മകൻ യതീന്ദ്രയ്ക്ക് മന്ത്രിസഭയിൽ സ്ഥാനം നൽകുകയും ചെയ്യുന്ന ബീഹാർ മോഡൽ ഫോർമുലയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അടുത്തിടെ ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് സമാനമായ ഒരു നീക്കമാണിത്. ഇനിയിപ്പോൾ കർണാടകയിൽ
സിദ്ധരാമയ്യ പറയുന്ന വ്യക്തി ഒന്നേ മല്ലികാർജ്ജുന ഖാർഗെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ പരമേശ്വർ, ഇതിൽ ആരെങ്കിലും ഒരാളെ കർണാടക മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ സിദ്ധരാമയ്യ സ്വമേധയാ രാജിവെച്ച് മന്ത്രിസഭ തന്നെ പിരിച്ചുവിടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല.